ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ഇതിനകത്ത് നടന്ന വലിയൊരു അട്ടിമറിയാണ് ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ബോർഡിന്റെ യോഗ മിനിറ്റ്സിലോ തീരുമാനത്തിലോ പറയുന്നില്ല. പക്ഷേ ഉദ്യോഗസ്ഥർ ഇറക്കിയിട്ടുള്ള ഉത്തരവിലാണ് ആ അട്ടിമറി ഉള്ളത്. അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും പിന്നീട് സെക്രട്ടറിയുടെ പേരിൽ ഇറക്കിയുള്ള ഉത്തരവിലുമെല്ലാം ദ്വാരപാലക ശില്പങ്ങൾ ഈ സ്പോൺസറുടെ കൈവശം കൊടുത്തയക്കാനുള്ള ഒരു തീരുമാനമുണ്ട് എന്ന പേരിലാണ് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അത് ബോർഡ് തീരുമാനമല്ല എന്നാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന ഈ പറയുന്ന സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി നടന്നിരിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ സ്പോൺസർ ഒരു ഗൂഢാലോചന അവിടെ നടന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശമാണുള്ളത്. വ്യവസായിയായുള്ള വിജയ് മല്യ നൽകിയിട്ടുള്ള സ്വർണം പേപ്പർ വലിപ്പത്തിലാക്കി അത് പാളികളിൽ പൊതിയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് പാളികളിൽ പൊതിഞ്ഞിരുന്ന അത് മാറ്റിയതിനു ശേഷം അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ തിളക്കം കെട്ടു എന്ന പേരിൽ വീണ്ടും പീഠത്തിന് പണി നൽകാൻ വേണ്ടി നൽകിയത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ബോർഡ് യോഗം ആ മിനിറ്റ്സ് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ സ്പോൺസർക്ക് നൽകി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു തീരുമാനം ബോർഡ് യോഗത്തിൽ എടുത്തിരുന്നില്ല. പിന്നീട് ഉദ്യോഗസ്ഥർ ഇറക്കിയുള്ള കുറിപ്പുകളിലാണ് ഇതുണ്ടായത്. ഓക്കെ അരുൺ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഉത്തരവടക്കം തിരുത്തി ഗൂഢാലോചന നടത്തി ഇത് കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്, അല്ലേ? അതെ, ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ ഇത് ഇല്ല എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകാനായി ബോർഡ് യോഗം ഇത് ചർച്ച ചെയ്ത മിനിറ്റ്സിലോ ബോർഡ് തീരുമാനത്തിലോ അതില്ല. അത് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരാണ് ഈ തീരുമാനങ്ങൾ ഇറക്കിയത്. ആ തീരുമാനങ്ങൾ ഇറക്കിയതിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഈ ദേവസ്ഥാനം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് ഉദ്യോഗസ്ഥരായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വൻ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ.